നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഈ സ്നാക്കിനൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളത്തിൽ ഈ പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വേറെ വെള്ളം ചേർത്ത് കുഴയ്ക്കണ്ട, ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ കുഴച്ചെടുത്ത മാവ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള ചെറുതായി മുറിച്ചെടുത്തിരിക്കുന്നതാണ്. ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരിപ്പൊടി കുഴച്ചപ്പം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതുപോലെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ നന്നായി വേവിച്ച് ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പൊട്ടറ്റോയിലും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ പൊട്ടറ്റോയുടെയും കൂടി പാകത്തിനുള്ള ഉപ്പാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് സ്നാക്ക് തയ്യാറാക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്തത് ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനെ 3-4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത ഓരോ പീസിൻ്റെ മുകളിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിതിങ്ങനെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാം ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. 1-2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ സമയമാകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇന്നത്തെ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.